1967 രൂപീകൃതമായ വാമനപുരം നിയമസഭാ മണ്ഡലം 6.5 പതിറ്റാണ്ടുകൾക്കപ്പുറം വികസന മുന്നേറ്റ പാതയിലൂടെ അതിവേഗം കുതിക്കുകയാണ്. ജനസമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും മാറ്റത്തിൻ്റെ പ്രതിഫലനമുണ്ടാകുമ്പോൾ ഇന്ന് വാമനപുരത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു പ്രധാന നിയമസഭാ മണ്ഡലമാണ് വാമനപുരം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ വാമനപുരം 1967 നിയമസഭാ മണ്ഡലമായി രൂപീകൃതമായത്. വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കി വാമനപുരം ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. പശ്ചാത്തല വികസന സൗകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും അസൂയാവഹമായ നേട്ടങ്ങളാണ് മണ്ഡലം കൈവരിച്ചത്. നമ്മുടെ കേരളത്തിലെ പശ്ചാത്തല വികസന സൗകര്യത്തിന് കിഫ്ബി എന്ന സാമ്പത്തിക സംവിധാനം നൽകിയിട്ടുള്ള സഹായം വിലമതിക്കാനാകാത്തതാണ്. കിഫ്ബി പണ്ട് മുതലേ കേരളത്തിലുണ്ടായിരുന്നതാണ്. 2016 അത് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. കിഫ്ബിയുടെ പദ്ധതി പ്രകാരം എൻ്റെ നിയോജകമണ്ഡലത്തിലും ഏകദേശം 444 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാനാകും. മലയോര ഹൈവേ എന്ന സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞതാണ് ഏറെ ശ്രദ്ധേയം. കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ. മലയോര ഹൈവേ ഏകദേശം 25 കിലോമീറ്റർ കടന്നു പോകുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ മലയോര മേഖലയിലൂടെയാണ്. വിതുരയിൽ നിന്ന് വന്ന് തെന്നൂർ വഴി മടത്തറ വഴിയാണ് ആ മലയോര ഹൈവേ പോകുന്നത്. അതിന് 159.67 കോടി രൂപ 3 ഘട്ടങ്ങളിലായി ചിലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ 1-2 ഘട്ടം പൂർത്തിയായി, 3-ാം ഘട്ടവും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ റോഡുകളുടെ കാര്യമെടുത്താൽ പാലോട്ട് നിന്ന് ബ്രൈമൂർ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അത് ആദ്യത്തെ ഗവൺമെൻറ് കാലത്ത്, 1-ാം പിണറായി ഗവൺമെൻറ് കാലത്ത് തന്നെ 15 കിലോമീറ്റർ 49.69 കോടി രൂപയ്ക്കാണ് ആ പ്രവൃത്തി അനുവദിക്കപ്പെട്ടത്. അതിന്ന് ഭംഗിയായി പൂർത്തീകരിച്ച് മലയോര ഹൈവേയുടെ ഭാഗമായി കൂടി അത് മാറുകയാണ്. വാമനപുരം ചിറ്റാർ റോഡ് ഏകദേശം 5 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന കാരേറ്റ് മുതൽ പാലോട് വരെയുള്ള റോഡിൻ്റെ 15 കിലോമീറ്ററോളം ദൂരം. അതിന് ഫണ്ട് കിട്ടിയത് കിഫ്ബിയാണ്. ആദ്യത്തെ കരാറുകാരൻ മുടക്കം വരുത്തി
പക്ഷേ വീണ്ടും റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ റോഡ് ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതും കിഫ്ബിയുടെ സഹായം കൊണ്ട് കിട്ടിയ റോഡാണ്. ചെല്ലഞ്ചി പാലം കടന്നു പോകുന്ന മുതുവള, പരപ്പിൽ, കുടവനാട്, നന്ദിയോട് റോഡ് അത് കിഫ്ബി അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്ര പുരോഗതിക്കാണ് മണ്ഡലം MLA DK മുരളി കൂടുതൽ ഊന്നൽ നൽകിയത്. പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വിജ്ഞാനത്തിന്റെ വിഹായസിലേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്താനും നാടിന്റെ പ്രതീക്ഷയായി ഭാവി തലമുറയെ വാർത്തെടുക്കുവാനുമുള്ള ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചത്. എൻ്റെ മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളും, ഇപ്പോൾ വെഞ്ഞാറമൂട് ഹയർ സെക്കൻഡറി സ്കൂള്, ഭരതന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള്, മിതിർമല ഹയർ സെക്കൻഡറി സ്കൂള്, കല്ലറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്, അതിൽ വെഞ്ഞാറമൂട് 5 കോടിയും മറ്റ് ഹൈസ്കൂളുകൾക്കെല്ലാം 3 കോടി രൂപയുടെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കൂടാതെ ആനാട് ഗവൺമെന്റ് LP സ്കൂൾ, പെരിങ്ങമല ഗവൺമെന്റ് UP സ്കൂൾ, ആട്ടുകാൽ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവയുടെ ഉന്നമനം ലക്ഷ്യമാക്കി 1 കോടി രൂപ വീതം നൽകിയതും ശ്രദ്ധേയമാണ്. മറ്റ് LP സ്കൂളുകളിൽ പലതും, ഇപ്പോൾ ആട്ടുകാൽ LP സ്കൂള്, ആനാട് LP സ്കൂള് തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്കും കിഫ്ബി മുഖാന്തരമുള്ള ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ്. ഇനിയും 4 പദ്ധതികൾ കൂടി നടപ്പിലാക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യ സുരക്ഷ മുൻനിർത്തി ആതുര രംഗത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകുവാൻ കഴിഞ്ഞതും പ്രശംസനീയമാണ്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികൾക്കും രൂപം നൽകിക്കഴിഞ്ഞു. വെഞ്ഞാറമൂടിലെ ഫ്ലൈ ഓവർ കിഫ്ബി പദ്ധതി പ്രകാരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടികൾക്കും കിഫ്ബി പണം അനുവദിക്കാം. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്.
അതുമാത്രമല്ല, വെഞ്ഞാറമൂടിൽ 2 റിംഗ് റോഡുകൾ, ഒന്ന് പെരപ്പങ്കോട്ട് നിന്ന് അമ്പലമുക്കിലേക്ക് പോകുന്ന റിംഗ് റോഡ്, അത് ആദ്യത്തെ കരാറുകാരൻ അതിൻ്റെ 90% പണിയും പൂർത്തിയാക്കിയതാണ്. ഇന്നർ റിംഗ് റോഡ് അയാൾ ഉപേക്ഷിച്ച് പോയി. പക്ഷേ അത് എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ടെൻഡർ ചെയ്ത് അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, റോഡ് ഗതാഗതത്തിലൊക്കെ കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവന വിലമതിക്കാനാകത്തതാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു സംവിധാനം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം തുക ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവരാനാകുമായിരുന്നില്ല. കേരളത്തിൽ എടുത്ത് പരിശോധിച്ചാൽ പൊതുവേ കേരളത്തിൻ്റെ പശ്ചാത്തല വികസന സൗകര്യത്തിന് കിഫ്ബി നൽകിയ സഹായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിലപ്പെട്ടതാണ്. അത് ഇനിയും തുടരണം എന്നുള്ളതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. കിഫ്ബി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കിയും ജനങ്ങൾക്ക് ക്ഷേമകരങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്തും വാമനപുരം മണ്ഡലം മുന്നേറുകയാണ്. ഇനിയുമേറെ മുന്നേറാനുണ്ടെന്ന ചിന്തകളോടെ. വാമനപുരത്തിൻ്റെ വഴികളിലെല്ലാം വികസനത്തിൻ്റെ പുതിയ വെളിച്ചം പരക്കുകയാണ്, ജനകീയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ മലനിരകളാൽ ചുറ്റപ്പെട്ട കബനി നദിക്കരയിലുള്ള മാനന്തവാടിയുടെ വികസന കാഴ്ചകളാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി. 2008 മാത്രം രൂപീകൃതമായി സംവരണ മണ്ഡലം സ്വപ്നതുല്യമായ മാറ്റത്തിലൂടെയാണ് ഒരു പതിറ്റാണ്ടായി കടന്നുപോകുന്നത്. മാനന്തവാടി താലൂക്കിലെ ഇടവക, മാനന്തവാടി, പനമരം, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വെള്ളമുണ്ട എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് മാനന്തവാടി. മാനന്തവാടി മണ്ഡലത്തിൽ വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, യുവാക്കളുടെ നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി കൂടിയായ നിയമസഭാ സാമാജികൻ OR കേളു നടത്തുന്നത്. കേരള സർക്കാർ നടപ്പാക്കി വരുന്ന കിഫ്ബി പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെ സർവോന്മുഖമായിട്ടുള്ള വികസന പദ്ധതിക്ക് ആക്കം കൂട്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുപ്രകാരം നമ്മുടെ വയനാട് ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസനത്തിന് ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. പഴശ്ശി ടോംബ് പാർക്ക് നവീകരണം, ASAP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വയനാട് വികസന പാക്കേജ് പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദ ടൂറിസം എന്നിവ ഇതിൽ പ്രധാനമാണ്.
മാനന്തവാടിയിലെ പഴശ്ശി ടോംബ് മ്യൂസിയം, പഴശ്ശി പാർക്ക് എന്നിവയുടെ നവീകരണം നടക്കുന്നു. ഇപ്പോൾ അവസാനമായിട്ട് ഗവൺമെന്റ് നടപ്പാക്കുന്ന തുരങ്കപാത, ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന തുരങ്കപാത വയനാട് ജില്ലയിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് നിർമ്മിക്കുകയാണ്. ടൗൺഷിപ്പിന്റെ നിർമ്മാണം, വയനാട് ജില്ലയിലെ എല്ലാ പൊതുമരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ റോഡുകളും നമുക്ക് നവീകരിക്കാൻ വേണ്ടി സാധിച്ചു. നിരവധി ബ്രിഡ്ജ്, മാനന്തവാടി, കൽപ്പറ്റ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി 3 നിയോജകമണ്ഡലത്തിൽ നിരവധി പാലങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. വയനാട് ജില്ലയിലെ ഏകദേശം എല്ലാ സ്കൂളുകളും കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമുക്ക് സ്കൂളുകൾ നവീകരിക്കാൻ വേണ്ടി സാധിച്ചു. തലാപ്പുഴ ബേഗൂർ റേഞ്ചിന്റെ മുനീശ്വർ കോവിലിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പ് ഷെഡ്യൂളുകളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരളയുടെ കീഴിൽ മാനന്തവാടിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ബ്ലോക്ക് ലെവൽ സ്കിൻ സഭ ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ഇത് യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നു. 80 കോടി രൂപയുടെ വയനാട് വികസന പാക്കേജിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വേഗത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ജില്ലാ ആശുപത്രിയെ മാറ്റിയതാണ് ആരോഗ്യ മേഖലയിലെ ഇടപെടൽ. 48 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചത്. ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ എല്ലാം കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമുക്ക് നവീകരിക്കാൻ സാധിച്ചു. ടൂറിസം മേഖലകളിൽ നമുക്ക് ഈ കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമുക്ക് വികസനം നടത്താൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ തുടങ്ങി ഏത് മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആന പ്രതിരോധ വേലികൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നമുക്ക് ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനായി 1.69 കോടി രൂപ അനുവദിച്ചു. കേരളത്തെ തകർത്ത 2 പ്രളയം വന്നതോടെ റോഡുകൾ പൂർണ്ണമായും തകർന്നു. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം. ഇതിനായി 122 കോടി രൂപയാണ് അനുവദിച്ചത്. മാനന്തവാടി പക്രന്തളം റോഡിന്റെ നിർമ്മാണവും പ്രധാനമാണ്. മണ്ഡലത്തിലെ ഏറ്റവും തകർന്ന റോഡും ഇതായിരുന്നു. 17 കോടി രൂപ മുതൽ മുടക്കി ഈ റോഡ് 6 കിലോമീറ്റർ ദൂരം ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ചു. മാനന്തവാടി കൈതക്കൽ റോഡിന്റെ നിർമ്മാണത്തിനായി 45.55 കോടി രൂപ മുടക്കി പദ്ധതി പൂർത്തിയായി. മാനന്തവാടിയെ തെക്കേ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണത്തിനായി 46 കോടി രൂപയാണ് അനുവദിച്ചത്.
അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി എടുത്തു പറയേണ്ട ഒന്നാണ് തിരുനെല്ലി നെട്ര പാലം. 12 കോടി മുടക്കിയാണ് ഈ പാലം പണിതിരിക്കുന്നത്. തിരുനെല്ലി നെട്ര പാലം 12 കോടി രൂപ നമ്മൾ മുടക്കി പാല നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയായിട്ട് നമുക്കതിനെ മാറ്റാൻ വേണ്ടി സാധിച്ചു. മാനന്തവാടിയിലെ ജനങ്ങളെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു കുടിവെള്ള ലഭ്യത. കുടിവെള്ളം കിട്ടാക്കനിയായിരുന്ന വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും വെള്ളമെത്തിക്കാൻ കഴിഞ്ഞു. മാനന്തവാടി കുടിവെള്ള പദ്ധതി അതിനു വേണ്ടിയിട്ട് നമ്മൾ കിഫ്ബി പദ്ധതിയിൽ 11 കോടി രൂപയാണ് നമ്മൾ മുടക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും കിഫ്ബി കാരണമായി. ഇതിൽ എടുത്തു പറയേണ്ടത് മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്ന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 5 കോടി രൂപയും പോളിടെക്നിക് നിർമ്മാണത്തിനായി 13.12 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. മാനന്തവാടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായി 5.27 കോടി രൂപയാണ് അനുവദിച്ചത്. 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് നമുക്ക് 1 കോടി രൂപ വരെ നമ്മൾ കൊടുത്തുകൊണ്ട് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂൾ അതിന് നമ്മൾ 5 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ നമ്മൾ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. മാനന്തവാടി പോളിടെക്നിക് 8 കോടി രൂപ നമ്മൾ ലഭ്യമാക്കി അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനവും പൂർത്തീകരിച്ച് ഇന്ന് പോളിടെക്നിക് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. കൂടാതെ സബ് ട്രഷറി നിർമ്മാണത്തിനും 1.22 കോടി രൂപയും ഗവൺമെന്റ് ക്വാർട്ടേഴ്സിന് 5 കോടി രൂപയും അനുവദിച്ചു. ഇങ്ങനെ നിരവധി പ്രവർത്തികളാണ് നമ്മൾ കിഫ്ബി പദ്ധതി മുഖേന മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു വികസന മുന്നേറ്റം അടിസ്ഥാന മേഖലയിലേക്ക് നമുക്ക് ഇത് മുഖേന ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീരപഴശ്ശിയുടെ ചരിത്രമുറങ്ങുന്ന മാനന്തവാടിയിൽ അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത വികസനമാണ് നടത്തുന്നത്. വികസനത്തിൻ്റെ ഈ തേരോട്ടം മാനന്തവാടിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്.